നമസ്കാരം. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്നായ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ വൻ മാറ്റങ്ങൾ വരാൻ പോകുന്നു. നമ്മുടെ നാട്ടിലെ എൻട്രൻസ് കോച്ചിംഗ് സംസ്കാരത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ കർശനമായ നടപടികളുമായി മുന്നോട്ടു വരികയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസ് പ്രവേശന പരീക്ഷകൾക്കായി കോച്ചിംഗ് സെന്ററുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ, അമിത ഫീസ്, വ്യാജ പരസ്യങ്ങൾ, കൂടാതെ കുട്ടികളിലുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം ഒടുവിൽ ആത്മഹത്യകളിലേക്കു വരെ എത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വരാനിരിക്കുന്ന പ്രധാന നിയന്ത്രണങ്ങൾ ഇവയാണ്. ലൈസൻസ് നിർബന്ധം. ഇനി മുതൽ എല്ലാ കോച്ചിംഗ് സെന്ററുകളും കൃത്യമായ ലൈസൻസ് എടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുകയും വേണം. പ്രായപരിധി. +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇനി കോച്ചിംഗിന് ചേരാൻ അനുവാദമുണ്ടാകൂ. സമയപരിധി. ദിവസവും പരമാവധി 2 മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ കോച്ചിംഗ് ക്ലാസുകൾ അനുവദിക്കൂ. റെസിഡൻഷ്യൽ, താമസിപ്പിച്ചുള്ള പരിശീലന രീതികൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഡമ്മി സ്കൂൾ തടയൽ. സ്കൂളുകളിൽ പോകാതെ കോച്ചിംഗ് സെന്ററുകളെ മാത്രം ആശ്രയിക്കുന്ന ഡമ്മി സ്കൂൾ സമ്പ്രദായം ബയോമെട്രിക് ഹാജർ സംവിധാനത്തിലൂടെ നിർത്തലാക്കും. പരസ്യങ്ങളിലെ സുതാര്യത. ഫുൾ ടൈം കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികളെ മാത്രമേ റാങ്ക് ലിസ്റ്റുകളിലും പരസ്യങ്ങളിലും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം പരീക്ഷ രീതിയിലാണ്. നിലവിൽ കോച്ചിംഗ് സെന്ററുകൾക്ക് മാത്രമറിയാവുന്ന ചില ട്രിക്സ് ഉപയോഗിച്ചാണ് പലരും പരീക്ഷ നേരിടുന്നത്. ഇതിന് മാറ്റം വരുത്തി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇതുവഴി സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നവർക്കും പരീക്ഷയിൽ തിളങ്ങാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ നടപ്പിലാകുന്നതോടെ എൻട്രൻസ് കോച്ചിംഗ് എന്നത് ഒരു വലിയ ബിസിനസ് എന്നതിലുപരി വിദ്യാർത്ഥികൾക്ക് ഭാരമില്ലാത്ത ഒരു പരിശീലന കേന്ദ്രമായി മാറുമെന്നാണ് സർക്കാർ കരുതുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.